വലിച്ചിഴക്കുകയും കാറിലേക്ക് എടുത്തിടുകയും ചെയ്തു. അപ്പോൾ എന്നെ തെറി അഭിഷേകം നടത്തി. ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത രീതിയിൽ എന്നെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും തെറി വിളിക്കുകയും ചെയ്തു. അപ്പോഴൊന്നും ഞാൻ തകർന്നുപോയില്ല. പക്ഷേ എന്റെ മകന്റെ പ്രായമുള്ള ഒരു ഡിവൈഎഫ്ഐക്കാരൻ എന്റെ സാരി വലിച്ചൂരിയപ്പോ എന്റെ മാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ട് പിന്നെ എനിക്ക് എന്റെ എല്ലാം തകർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഞാൻ എല്ലാം മറന്ന് എന്റെ മാനം രക്ഷിക്കാൻ ഞാൻ കൗൺസിലർ ആയിരിക്കുന്ന അതേ വാർഡിൽ വെച്ച് പൊതുജന മധ്യത്തിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ എന്റെ വസ്ത്രം വലിച്ചൂരിയപ്പോ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ സാരി പൊത്തിപ്പിടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ സർക്കാരിനോട് വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നത്, സമ്പത്തും സൗന്ദര്യവുമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് മാനമുള്ളത് എന്ന് നിങ്ങൾ കരുതരുത്. ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും പട്ടികജാതിക്കാരും പിന്നോക്കക്കാരും സാധാരണക്കാരുമായിട്ടുള്ള സ്ത്രീകളും അവർ അന്തസ്സോടുകൂടി ജീവിക്കുന്നവരാണ്. അവർ വലിയ വേഷം കെട്ടി വലിയ വേഷപ്പകർച്ചയിൽ വരുന്നില്ല. അവർക്ക് താരപ്രഭയില്ല, അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല എന്ന് കരുതി അവർക്കാർക്കും മാനമില്ല എന്ന് ഈ സർക്കാർ കരുതരുത്. കലാരാജുവിന്റെ മാനഹാനിയാണ് അല്ലെങ്കിൽ വസ്ത്രാക്ഷേപമാണ് കൂത്താട്ടുകുളം നഗരത്തിൽ നടന്നത്. എന്നിട്ട് ചെറുവിരൽ അനക്കുന്നില്ല, നടപടിയെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെയ്തവരെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ കണ്ടത്. ഇത് ഈ CPM-ന്റെ മാഫിയ രാഷ്ട്രീയത്തിന് സംരക്ഷണം നൽകുന്ന മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ ഇന്ന് കണ്ടത്. കലാരാജുവിന് CPM തട്ടിക്കൊണ്ടുപോയത് കേവലം അവിശ്വാസം പരാജയപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല. CPM-ന് ഇന്ന് ധനത്തോട് പണത്തോടുള്ള ആർത്തി എത്ര വലുതാണ് എന്ന് കലാരാജുവിന്റെ കാര്യം പരിശോധിച്ചാൽ അറിയാം. കലാരാജുവിന്റെ ഭർത്താവ് മരിച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഈ CPM നേതാക്കന്മാർ അവരെ സമീപിച്ച് അവർക്കെതിരെ ബാങ്കിലുണ്ടായിരുന്ന ഒരു വായ്പ, അതുമായി ബന്ധപ്പെട്ട് റിക്കവറി നോട്ടീസോ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ വേണ്ട നോട്ടീസോ അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ അടിയന്തരമായി ഇത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നാളെ ചെണ്ട കൊട്ടി വന്ന് നിങ്ങളുടെ സ്ഥലവും വീടും ജപ്തി ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയും അവര് ഭർത്താവിന്റെ മരണത്തിൽ നിന്നും മാനസികമായി മോചിതയാകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ കലാരാജുവിന്റെ ഭർത്താവ് 15 സെന്റ് സ്ഥലമാണ് അവിടെ ബാങ്കിൽ ഈട് വെച്ചിരുന്നത്. 10 ലക്ഷം രൂപയാണ് എടുത്തിരുന്നത്. ഏതാണ്ട് ഇതിനു മുമ്പ് അവർ വിൽക്കാൻ പരിശ്രമിച്ചപ്പോ 6 ലക്ഷം രൂപയും 6.25 ലക്ഷം രൂപയും സെന്റിന് വില പറഞ്ഞ ഭൂമി CPM നേതാക്കന്മാർ, ആ ബാങ്കിന്റെ മുൻ പ്രസിഡന്റായിരുന്ന സണ്ണി, ഏരിയ കമ്മിറ്റി നേതാവായിരുന്ന സണ്ണി, ഇപ്പോൾ വൈസ് ചെയർമാനായിരിക്കുന്ന സണ്ണിയും ഏതാനും CPM നേതാക്കന്മാരും ചേർന്ന് കലാരാജുവിൽ സമ്മർദ്ദം ചെലുത്തി ആ 6 ലക്ഷം രൂപ വില പറഞ്ഞ ഭൂമി ഇവർ തന്നെ കൊണ്ടുവന്ന ഒരു കച്ചവടക്കാരനെ കൊണ്ട്, ഒരു മുതലാളിയെ കൊണ്ട് കേവലം 3.5 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കുകയാണ്. ആ കച്ചവടം ഉറപ്പിക്കുമ്പോൾ 15 സെന്റാണ് ബാങ്കിൽ ഇരുന്നത്. അവർ പറഞ്ഞു 15 സെന്റായിട്ട് അവർ വാങ്ങാൻ തയ്യാറാകില്ല. ബാക്കി 15 സെന്റ് ഈ കലാരാജുവിന്റെ ഭർത്താവിന്റെ അമ്മയുടെയും പേരിലായിരുന്നു. ആ 15 സെന്റ് കൂടി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് 30 സെന്റ് സ്ഥലം 3.5 ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്ത CPM മാഫിയാണ്. എന്നിട്ട് അവർക്ക് അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കടക്കാൻ ഞങ്ങളൊരു വീട് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ആരാരും പോകില്ലാത്ത, വിൽപ്പന നടത്താൻ കഴിയാതിരുന്ന, നമ്പർ ഇട്ട് കിട്ടാത്ത, ഇൻഡിവിജ്വലായി വീടിന് നമ്പർ ഇട്ട് കിട്ടാത്ത ഒരു വീടും സ്ഥലവും അവരുടെ തലയിൽ കെട്ടിവെച്ചു. അതും 45 ലക്ഷം രൂപയായിട്ട് വില മതിപ്പ് കാണിച്ചുകൊണ്ട്, അത്രയും വില കാണിച്ചുകൊണ്ട് 30 ലക്ഷം രൂപയ്ക്കോ 35 ലക്ഷം രൂപയ്ക്കോ വിൽക്കാൻ കഴിയാതെ കടന്നിരുന്ന 35 ലക്ഷം രൂപയ്ക്ക് ഇപ്പോഴും ആ വില്ലയിൽ വീട് കിട്ടാനിരിക്കെ 45 ലക്ഷം രൂപ വരവ് വെച്ച് ആ ഭൂമിയും ആ വീടും ഇവരുടെ തലയിൽ കെട്ടിവെച്ചു. ബാക്കി പണം ഇവർ സസ്പെൻസ് അക്കൗണ്ടിലാണെന്ന് പറഞ്ഞു. ഈ നിലയിൽ കലാരാജു എന്ന് പറയുന്ന ഒരു CPM-ന്റെ പ്രവർത്തക, ആ ഒരു CPM കുടുംബം 25 വർഷം ഈ പാർട്ടിയെ സേവിച്ച് കൗൺസിലറായിരുന്ന അവരുടെ ഭർത്താവ് മരിച്ച് അവരൊരു പ്രയാസത്തിൽ നിരാലംബയായി നിസ്സഹായായി നിൽക്കുന്ന സമയത്ത് അവരുടെ സ്വത്ത് തട്ടിയെടുത്ത മാഫിയ സംഘം ഈ കാര്യം അവർ കോൺഗ്രസിനോടൊപ്പം UDF-നോടൊപ്പം വന്നാൽ പുറത്തു വരുമെന്ന് ഭയം കൊണ്ടാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ബന്ദിയാക്കി വെച്ച് അവിശ്വാസ പ്രമേയത്തിന്റെ സമയം കഴിഞ്ഞ് വലിയ മാധ്യമ വാർത്തയും പോലീസും കാര്യങ്ങളും ഒക്കെ വന്നപ്പോ അവരെ റിലീസ് ചെയ്ത് ഇപ്പോ പറയുന്നു കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് UDF ആണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇന്ന് കേരളം മുഴുവൻ CPM-ന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് സമ്പത്ത് പിടിച്ചെടുക്കാൻ, പണം
പിടിച്ചെടുക്കാൻ ഏത് അധികാരത്തെയും ദുർവിനിയോഗം നടത്തി രാഷ്ട്രീയ മാഫിയ പ്രവർത്തനം നടത്തുകയും അതിന് നേതൃത്വം നൽകുന്നതും സംരക്ഷണം നൽകുന്നതും മുഖ്യമന്ത്രിയാണ് എന്ന് ഇന്ന് നിയമസഭയിൽ പച്ചയായ തെളിവായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം ഇതിനെ മുഴുവൻ ന്യായീകരിച്ച് ഇവരെ മുഴുവൻ സംരക്ഷിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്നത് CPM-ന്റെ മാഫിയ രാഷ്ട്രീയത്തിന്റെ തലവനും സംരക്ഷകനും മുഖ്യമന്ത്രിയാണ് എന്നെന്ന് കേരളത്തിന് ബോധ്യപ്പെടുകയാണ്. സ്ത്രീ സുരക്ഷ എന്ന പേരിൽ CPM-ന് ഇനി ഒരക്ഷരം പറയാനുള്ള ധാർമ്മിക അവകാശമില്ല എന്നുകൂടി ഞങ്ങൾ കൂട്ടിച്ചേർന്നു. കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ തന്നെ ഇവിടെ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാൽ പൂർണ്ണ സംരക്ഷണം കൊടുക്കാൻ അവര് വളരെ കാര്യമായി നിലകൊള്ളുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നേതാക്കൾ ചൂണ്ടിക്കാണിച്ച കൂത്താട്ടുള്ള സംഭവം. സ്ത്രീകളായ ജനപ്രതിനിധികൾക്ക് പോലും ഇവിടെ അഭിമാനത്തോടെ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും കഴിയില്ല എന്ന സ്ഥിതിവിശേഷം ഗുരുതരമായ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്ത വളരെ ലാഘവത്തോടുകൂടിയ സമീപനം, ഗവൺമെന്റിന്റെ നിഷേധാത്മക നിലപാട്, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറും ഓക്കൌട്ട് പ്രഖ്യാപിക്കുകയും ഓക്കൌട്ട് നടത്തി പ്രതിപക്ഷ നിയമസഭ ബഹിഷ്കരിച്ച് പുറത്തു വന്നു. ഇപ്പോൾ ഇവിടെ അനൂപ് ജേക്കബും കുഴൽനാടനും ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു. ഗവൺമെന്റ് കുറ്റവാളികളുടെ പേരിൽ നടപടിയെടുക്കാൻ ഇനിയെങ്കിലും തയ്യാറാണ്. യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അതിന് പകരം അഡ്ജസ്റ്റ്മെന്റ് പ്രതികളെ ഹാജരാക്കി ഈ കേസിന്റെ യഥാർത്ഥത്തിലുള്ള സാഹചര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് അതിൽ നിന്ന് പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിലപാട് തിരുത്തുവാൻ സർക്കാർ തയ്യാറാണ്. അതുപോലെ കലാരാജുവിന് ഇപ്പോൾ ഉണ്ടായ അഭിമാനക്ഷതം അവരെ മാനസികമായും പൊതുമധ്യത്തിലും അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഇടതുപക്ഷ മുന്നണി പരസ്യമായി ജനോട് മാപ്പ് പറയും. ആ നിലയിൽ കേരളത്തിൽ ഗവൺമെന്റ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷ, ആ സ്ത്രീ സുരക്ഷ വെറും കടലാസ പുലിയാണ്. ഒരു തരത്തിലും ഗവൺമെന്റിന് ആത്മാർത്ഥതയില്ല എന്ന് സർക്കാരിന്റെ നിലപാട് തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ തെറ്റുതിരുത്തണം. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാന്യമായ നിലപാടെടുക്കുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം മാതൃകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കൂത്താട്ടുകുളത്ത് ഇപ്പോൾ അവസാനമായിട്ടുണ്ടായ സംഭവം ഇത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തിന് മാതൃകയായ സംഭവമാണ് എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളാകെ ഗർജിച്ച് തലതാഴ്ത്തുന്നു. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ജനപ്രതിനിധി താൻ തിരഞ്ഞെടുക്കപ്പെട്ട സഭയിലേക്ക് സുരക്ഷിതമായി നിർഭയമായി കടന്നു വരാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നതാണ് കൂത്താട്ടുകുളത്തെ സംഭവം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കൂറുമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂറുമാറ്റത്തിന്റെ കഴിഞ്ഞ കാല റെക്കോർഡ് എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ കൂറുമാറുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളെ കൂറുമാറ്റി അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ചെയ്തത് CPM-ഉം ഇടതുപക്ഷ മുന്നണിയുമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ഒരു വനിതാ കൌൺസിലർക്കെതിരായി നടന്ന ഹീനമായ അക്രമത്തെ കേവലം ഒരു കൂറുമാറ്റം എന്ന ലാഭത്തോടുകൂടി കണ്ട് ഇതിൽ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ബഹുമാനായ ശ്രീ അനൂപ് ജേക്കബ് തന്റെ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഈ വനിതാ കൌൺസിലർക്കെതിരായി നടന്ന വളരെ മോശമായിട്ടുള്ള ഈ കയ്യേറ്റം അത് വളരെ നല്ല രീതിയിൽ നിയമസഭയ്ക്ക് അവതരിപ്പിക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് ഭരണകക്ഷി അംഗങ്ങൾ നടത്തിയത്.